ബഹുമാനപ്പെട്ട ശ്രീമതി കെ രമ, അങ്ങേക്ക് 5 മിനിറ്റ് സംസാരിക്കും. സാർ, ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ് സാർ. സാർ, 2 വിഷയമാണ് ഇന്നുള്ളതിൽ. ഒന്ന് ഗതാഗതം. നമ്മുടെ പൊതുഗതാഗത സംവിധാനം വളരെ ശ്രദ്ധയും പരിഗണനയും വേണ്ട ഒരു വിഷയമാണ് സാർ. ഇപ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തതും പെൻഷൻ്റെയും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും KSRTCയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ആ വിഷയങ്ങളിലൊക്കെ മന്ത്രി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ദീർഘവീക്ഷണത്തോടുകൂടി കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതും അറിയാം. അപ്പോൾ അതൊന്നുകൂടി ശക്തിപ്പെടുത്തി ഇത്തരം ഈ മേഖല പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് സാർ. സാർ, വടകര മേഖലയെ സംബന്ധിച്ച് ഞാൻ രാവിലെ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. അവിടെ ഒരു KSRTC സ്റ്റാൻഡ് ഇല്ല. നേരത്തെ തൊട്ടിൽപ്പാലത്തുള്ള ഓപ്പറേറ്റിംഗ് സെൻ്ററാണ് അവിടെയുള്ള. 1 ഏക്കർ ഭൂമിയുണ്ട്. അതൊന്ന് ഉപയോഗപ്പെടുത്താൻ സാധിച്ചെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കും സാർ. 23 സർവീസുകളാണ് അവിടെയുള്ളത്, ഒരു സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള. അവിടെ ജീവനക്കാർക്കുള്ള സ്റ്റേ സൗകര്യങ്ങളില്ല, ലേഡീസിൻ്റെ ബാത്റൂം ഇല്ല. സ്റ്റേക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബസ്സിലാണ് ജീവനക്കാർ അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ 55 ഡ്രൈവർമാർ വേണ്ടിടത്ത് 40 ഡ്രൈവർമാർ മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രശ്നം സാർ, ഈ ഗ്രാമീണ മേഖലയിലേക്ക് ചെറിയ വണ്ടികൾ കൊടുത്താൽ ഈ യാത്രാ സൗകര്യം KSRTC ഉപയോഗപ്പെടുത്താൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഞങ്ങളുടെ മേഖലയൊക്കെ ഗ്രാമീണ മേഖലയിലേക്ക് വണ്ടികളില്ലാത്ത യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആന്റണി രാജു മിനിസ്റ്റർ എനിക്കൊരു വണ്ടി തന്നിരുന്നു. അത് വലിയ ഉപകാരപ്രദമാണ്. മിനിസ്റ്ററെ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. ഇപ്പം അതൊരു ചെറിയ വണ്ടിയാക്കി തരണം. ചെറിയ വണ്ടികളാണ് സാർ KSRTCക്കും ലാഭമുണ്ടാകുക, പെട്രോളിൻ്റെയും ഇതിൻ്റെയൊക്കെ ഡീസൽ അടിക്കുന്നതിൻ്റെ ലാഭം അതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു റിക്വസ്റ്റ് കൂടി മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ചെറിയ വണ്ടികൾ അനുവദിച്ചുകൊണ്ട് ഇത് ഒന്ന് ഫലപ്രദമാകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് സാർ. അതുപോലെ തന്നെ ദീർഘദൂര ബസ്സുകൾ, പ്രത്യേകിച്ചും വടകര എന്ന് പറയുന്നത് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ എളുപ്പത്തിലെത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. കുറ്റ്യാടി ചുരം വഴിയുള്ള ബസ്സുകൾ. പക്ഷേ ആ മേഖലയിലേക്ക് ബസ്സുകൾ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് ബസ്സുകൾ ആ റൂട്ടിലേക്ക് ഇടാൻ തയ്യാറായാൽ ഒരുപാട് വ്യത്യാസമുണ്ടാകും സാർ. അതിനുള്ളൊരു പരിഗണന മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ബസ്സുകൾ, അതിൽ AC ബസ്സുകൾ അനുവദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണപ്രദമാണ്. പകലും ബസ് ഉണ്ടാകുന്നത് KSRTCയെ ലാഭകരമാക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് സാർ. അതുപോലെ തന്നെ വടകരയിലുള്ള ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഒന്നുകൂടി കാര്യക്ഷമമാക്കാനുള്ള ഇടപെടലും കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടിയാണ് സാർ അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, മറ്റൊന്ന് പ്രധാന പ്രശ്നം നമ്മുടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. വടകരയിൽ ഏകദേശം 17.5 കിലോമീറ്റർ ദൂരത്തിലുള്ള തീരദേശമാണുള്ളത്. തീരദേശത്ത് ഒരുപാട് പ്രയാസങ്ങൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കടലാക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് വെളിവരികയാണ്. പക്ഷേ കടലാക്രമണം ചെറുക്കുന്നതിനാവശ്യമായ കടൽഭിത്തി കെട്ടുന്നതിനും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ ഒരു ഫണ്ടും വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. അതിൻ്റെ മറ്റൊരു പ്രശ്നം വെച്ചാൽ മത്സ്യബന്ധന വകുപ്പാണ്. പക്ഷേ പണം അനുവദിക്കേണ്ടത് ജലവിഭവ വകുപ്പാണ്. 2-3 വകുപ്പുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ഉണ്ടാകുന്നത്. അത് ഒന്നിച്ച് ചേർത്ത് ഒരു വകുപ്പിൻ്റെ കീഴിലായി ഒരു സംവിധാനമാക്കി കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാവുകയാണെങ്കിൽ ഈ വകുപ്പിനെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും സാർ. അതിനാവശ്യമായ ഒരു പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ടതാണ്. ചോമ്പാൽ ഹാർബറുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സഭയിൽ തന്നെ സബ്മിഷൻ അവതരിപ്പിച്ചതാണ്. പക്ഷേ ആ സബ്മിഷൻ അവതരിപ്പിച്ചിട്ട് പോലും ഒരു 5 രൂപയുടെ പോലും ഒരു വികസന പ്രവർത്തനം അവിടെ നടത്താൻ സാധിച്ചില്ല. ഡ്രഡ്ജിങ് നടക്കാത്തത് മൂലം ചെറു തോണികൾക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് ബുദ്ധിമുട്ട്. 5000-ഓളം മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്നൊരു മേഖലയാണ് സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അവിടെ നേരിട്ട് വന്നതാണ്. തീരദേശ സദസ്സ് നടത്തിയിരുന്നു, ഫലപ്രദമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങളൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഈ ഹാർബറിൽ ഒരു വലിയ പ്രശ്നമുള്ളത് സാർ, മത്സ്യത്തൊഴിലാളികളും കച്ചവടക്കാരുമൊക്കെ നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ്. ഈ ട്രോളിംഗ് നിരോധന സമയത്തൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, അവിടുന്ന് കൊയിലാണ്ടി മേഖലയിൽ നിന്നും മറ്റുമൊക്കെയുള്ള ആളുകൾക്ക് അവിടെ മത്സ്യബന്ധനം നടത്താൻ അവിടുത്തെ തൊഴിലാളികൾ അനുവദിക്കുന്നില്ല. അതിന് അവർ പറയുന്നൊരു കാരണം, കണ്ണൂർ മേഖലയിൽ നേരത്തെ ഈ ഒരു നിയമം നിലവിലുണ്ട്. അവിടെ മറ്റു പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പോയിട്ട് മത്സ്യം പിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെയും വരണ്ട എന്നൊരു തീരുമാനം, ഒരു അലിഖിത നിയമം അവരവിടെ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിരന്തര സംഘർഷങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സാർ കണ്ണൂർ മേഖലയിലും അത്തരത്തിൽ മറ്റു മേഖലകളിലേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് പോയി പിടിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്? അത് എന്താണ് എന്നുള്ളത് ഗൗരവമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കാണാനുള്ള അടിയന്തര ഇടപെടൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് സാർ വടകരയിലെ അഴിത്തല ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ കാലങ്ങളായി അതിൻ്റെ ഏകദേശം 1/4 നൂറ്റാണ്ടിലധികമായി സാർ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ ജനപ്രതിനിധികളും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകര മേഖല ഏകദേശം 600ഓളം ചെറുവള്ളങ്ങളും 1500-ലധികം തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും പണിയെടുക്കുന്നൊരു മേഖലയാണ്. പക്ഷേ
പക്ഷേ ആ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ജെട്ടിയാണ് അവിടെയുള്ളത്, ചെറിയൊരു മേൽക്കൂരയും. അവിടെ ഒരു വികസനം നടത്തിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള ആ മത്സ്യത്തൊഴിലാളികൾ അങ്ങേയറ്റത്തെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. അത് അടിയന്തരമായിട്ട് അതിനുവേണ്ടിയുള്ള വിവിധ ഫണ്ടുകൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തീരദേശ വകുപ്പൊക്കെ അവിടെ വന്ന് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ എസ്റ്റിമേറ്റ് എടുക്കലാണ് അതൊക്കെ കടലാസിൽ കിടക്കുകയാണ്. ഒന്നും ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഫണ്ട് അനുവദിച്ച് ഈ മേഖലയിൽ തീരദേശ മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ പക്ഷേ ഫലപ്രദമായിട്ടൊന്നും നടക്കാൻ സാധിക്കുന്നില്ല സാർ. മിനിസ്റ്റർ പല നിർദ്ദേശങ്ങളും വെച്ചിട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുണ്ടാകണം. വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ സാർ. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റൽ പോലീസും ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തീരദേശ തൊഴിലാളികളുടെ പ്രവർത്തന മേഖലയെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജലവിഭവ വകുപ്പ്, തുറമുഖ വകുപ്പ്, മത്സ്യബന്ധന വകുപ്പ്, കോസ്റ്റൽ പോലീസ്, ആരോഗ്യ വകുപ്പ് എന്നിങ്ങനെയുള്ള വിവിധ വകുപ്പുകളിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളുള്ളത്. അപ്പോൾ ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഇതിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. ഒരു നിർദ്ദേശമാണ് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനുള്ളത് സാർ. ഈ മേഖലയിൽ ഈ കടൽഭിത്തി ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴും ഓരോ മഴയും ദുരന്തങ്ങൾ വരുമ്പോൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ആദിയിലാണ് സാർ. അവരെങ്ങോട്ടാണ് പോകേണ്ടത്? പുനർഗേഹം പദ്ധതി നടപ്പാക്കിയത്. പുനർഗേഹം പദ്ധതി 10 ലക്ഷമാണ് കൊടുത്തത്. ആ 10 ലക്ഷം കൊണ്ട് എങ്ങനെയാണ് സാർ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സ്ഥലം വാങ്ങാനും വീട് വെക്കാനും സാധിക്കുന്നത്? അതൊന്ന് പുനർവിചിന്തനം നടത്തണമെന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ്. പക്ഷേ ഒരു പരിഗണനയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നില്ല. ഈ 50 മീറ്റർ പരിധി എന്നുള്ളത് 100 മീറ്ററിൽ എപ്പോഴത്തേക്കെങ്കിലും മാറ്റാൻ സർക്കാർ തീരുമാനിക്കണം. തീർച്ചയായിട്ടും പുനർഗേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം അത് മാത്രമാണ് ഈ വകുപ്പിൽ നടത്തുന്ന ആളുകളെ മാറ്റി താമസിക്കുന്നത്. അവരുടെ ഉപജീവന മാർഗം ഈ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ കടലിന് അവർ പോവുക എന്ന് പറയുന്നവരെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെറിയ പൈസ കൊണ്ട് അവർ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഈ മഴക്കാലത്ത് ഈ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ അത് കാണാതിരിക്കാൻ സാധിക്കില്ല സാർ. അതിന് എന്തെങ്കിലും ഒരു ഫണ്ട് കൊടുത്ത് അവരിന് ശാശ്വതമായ പരിഹാരമാണ് ഈ തൊഴിലാളികൾക്ക് ആവശ്യം. നമ്മളെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീരദേശ ഹൈവേ ഒക്കെ വരുന്നു. തീരദേശ ഹൈവേ ഒക്കെ വന്നതുകൊണ്ട് മാത്രം ഈ തൊഴിലാളികൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് സാർ? ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യം. കാരണം ഞങ്ങളൊക്കെ കേട്ട് വല്ലാത്ത പ്രയാസമാണ് സാർ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അവർ ഓരോ ദിവസവും അവരുടെ ജീവിതം തള്ളി നിൽക്കുന്നത് അത്രയേറെ ദുരിതത്തിലാണ്. ആ ദുരിതത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അതിന് അനുഭാവപൂർവ്വം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെടുന്നുണ്ട് എന്നറിയാം. എങ്കിലും ഒന്നുകൂടി ഇടപെട്ടുകൊണ്ട് ഈ ഇതുണ്ടാകണം എന്നുകൊണ്ടാണ്. അതുപോലെ തീരദേശ ഫണ്ട് തീരദേശ മേഖലയിലേക്ക് തന്നെ കൊടുക്കണം. ഞങ്ങൾക്കൊന്നും പലപ്പോഴും തീരദേശ ഫണ്ടുകൾ കിട്ടുന്നില്ല, അത് മറ്റു മേഖലകളിലേക്ക് പോകുന്നു എന്ന പരാതിയും കൂടി ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ യോജിപ്പ് രേഖപ്പെടുത്തുന്നു.